Hi students, നമ്മുടെ അക്കാദമിക് ഇയർ 24-25 സ്റ്റാർട്ട് ചെയ്യാൻ പോവാം അല്ലേ. സോ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ 9-ലോ 10-ലോ അത് സ്റ്റേറ്റ് ആയിക്കോട്ടെ CBSE ആയിക്കോട്ടെ വാട്ടെവർ നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ നേരിട്ട് ഡയറക്റ്റ് ടോപ്പിക്സിലോട്ട് ഇറങ്ങാം. ഇപ്പോൾ മാത്തമാറ്റിക്സിനെ പറ്റി പറയുമ്പോൾ ആക്ച്വലി ഞാൻ മെയിനായിട്ടും 9th to 10th സ്റ്റാൻഡേർഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. സോ നമ്മൾ ഒരു കണ്ടിന്യൂവേഷനാണ് ആക്ച്വലി, നമുക്ക് ഒരു ക്ലാസ്സസിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് മാത്സിലെ ഓരോ ടോപ്പിക്സും വരുന്നത്. ഇപ്പോൾ ഒരു 10th പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ 9th വരെ പഠിച്ചിട്ടുള്ള ബേസിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ 10th മാത്സ് ഈസി ആയിട്ട് മനസ്സിലാക്കാനും വളരെ സിമ്പിളായിട്ട് ക്യാപ്ചർ ചെയ്യാനും അതനുസരിച്ച് നല്ലൊരു നേരെ കറക്റ്റായിട്ട് വേയിലോട്ട് പഠിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. സോ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ബേസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കാണുന്നതാണ് ഒരുപാട് സ്റ്റുഡൻസ് 10-ലും +1-ലൊക്കെ എത്തിയിട്ടുള്ള പല സ്റ്റുഡൻസും അവർക്ക് ബേസിക്സിൽ ഇപ്പോഴും അഡീഷനും സബ്സ്ട്രാക്ഷനും വരെ തെറ്റിക്കുന്ന ഒരവസ്ഥ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാത്സ് എന്ന് പറയുന്നത് ഒരു ഭൂരിഭാഗം വരുന്ന സ്റ്റുഡൻസിനും ഡിഫിക്കൽട്ട് ആകുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ടഫായിരിക്കും, നമുക്കത് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, നമുക്ക് മാത്സ് ടീച്ചേഴ്സിന് ഇഷ്ടമുണ്ടാവില്ല, ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ട് വരുന്നത് ഇങ്ങനെയാണ്. അതായത് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കും എപ്പോഴും നമുക്ക് ഇഷ്ടമുണ്ടാവും. സോ മാത്സിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാം കാണുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ബേസിക്സ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ കുറച്ച് ബേസിക്സ് ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കും. ഓക്കെ, അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഫസ്റ്റിലായതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ പേര് മർസു എന്നാണ്. സോ അതുപോലെ തന്നെ എൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസും ഞാനിവിടെ ഷെയർ ചെയ്യാം. സോ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കാം. സോ നമ്മുടെ നമ്പേഴ്സ് അല്ല, നമ്മുടെ ഒരു മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇല്ലേ ഫസ്റ്റ് നമുക്ക് നമ്പേഴ്സ് ഇല്ലേ, നമ്മുടെ തുടക്ക കാലഘട്ടങ്ങളിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മാത്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റേ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത് എന്താ, നമ്പേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, നമ്പേഴ്സ് എന്നുള്ളതാണ് എന്തിൻ്റെ ബേസിക്സ്, ആ ഒരു മാത്സിൻ്റെ ബേസിക്സ് ആണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് നമ്പേഴ്സ് നിന്ന് ഇല്ല. എന്താ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ കൗണ്ടബിൾ എൻറ്റിറ്റീസ് ആണെന്ന് നമ്മൾക്ക് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കൗണ്ടബിൾ എൻറ്റിറ്റീസിനെയാണ് നമ്മൾ നമ്പേഴ്സ് ആണ്, അതായത് എണ്ണപ്പെടാൻ പറ്റുന്ന സാധനങ്ങൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ 1 2 3 4, മലയാളത്തിലാണെങ്കിൽ 1 2 3 4. ഓക്കെ, അങ്ങനെ ഓരോ ഭാഷയിലും ഡിഫറെൻറ്റ് നമ്പേഴ്സിന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൗണ്ടബിൾ. ഈ നമ്പേഴ്സ് തന്നെ ഒരുപാട് രൂപത്തിലുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ പ്രകൃതി, അതൊക്കെയാണ് അതിൻ്റെ പേര്. പക്ഷെ ഇതൊന്നല്ല ഉദ്ദേശിക്കുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 1 2 3 4 എക്സെട്ര ടു ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സിനെ പറയുന്നവരാണ്, അല്ലെങ്കിൽ ആ കളക്ഷൻ ഓഫ് നമ്പേഴ്സിനെ പറയുന്നവരാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അല്ലേ, നമുക്കൊരിക്കലും നമ്പേഴ്സിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഇന്നതാണെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. സോ ഇതിനാണ് ഇൻഫിനിറ്റി. അടുത്തത് ഹോൾ നമ്പേഴ്സ് ഉണ്ട്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 1 2 3 ടു എക്സെട്ര ടു ഇൻഫിനിറ്റി എന്താ പറയുന്നത് ഹോൾ നമ്പേഴ്സ് ആണ്. ഇതിനെന്താ പറയുന്നത് ഹോൾ നമ്പേഴ്സ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, മിക്കവാറും ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് ഇൻഡിജേഴ്സ്. ഓക്കെ, ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ്, 0, നെഗറ്റീവ് നമ്പേഴ്സ്. ഈ 3ൻ്റെ യൂണിയനെ പറയുന്ന പേരാണ് ഇൻഡിജേഴ്സ്. ഓക്കെ, ഇൻഡിജേഴ്സ്. ഇപ്പോൾ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0 ടു ഇൻഫിനിറ്റി. ഹോൾ 0 ടു ഇൻഫിനിറ്റി. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പറും 0യും നെഗറ്റീവ് നമ്പറും ഉൾപ്പെടുന്ന ആ ഒരു യൂണിയനെ പറയുന്ന പേരാണ് ഇൻഡിജേഴ്സ്. അതിൽ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്, 0. ഓക്കെ, ഇതാണ് ബേസിക്. ഇനിയും ക്ലാസിഫിക്കേഷൻ ഒരുപാടുണ്ട്. ഇപ്പോൾ റിയൽ നമ്പേഴ്സ്
ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽസ് അല്ലേ. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, റാഷണൽ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സും പാടെ രണ്ടിൻ്റെ യൂണിയനെ പറയുന്ന പേരാണെന്ത്, റിയൽ നമ്പേഴ്സ്. രണ്ടും പാടെ കൂടിയിട്ടുള്ള കളക്ഷൻ ഓഫ് നമ്പേഴ്സിനെ എന്ത് പറയുന്നത്, റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ല റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനാണ് എന്ത് പറയുന്നത്, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനാണ് എന്ത് പറയുന്നത്, റാഷണൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ √3 ഒരു റാഷണൽ നമ്പറാണ്, പൈ ഒരു റാഷണൽ നമ്പറാണ്, √5 എന്താണ്. ഇതാണ് അപ്പോൾ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്പേഴ്സ് തന്നെ പിന്നെയും നമുക്ക് മുൻപ് ക്ലാസിഫിക്കേഷൻ ചെയ്യാം. അതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസ് വരും. ഓക്കെ, ഇനി നമ്മുടെ മാത്സിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് ആണ് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അല്ലാത്ത പലതാണെങ്കിൽ കൂട്ടുക, കുറക്കുക, ഗുണിക്കുക, ഹരിക്കുക. ഓക്കെ, ഇതെന്ന് പറയുന്നത് വളരെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. സോ ഇപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് അഡിഷൻ ആൻഡ് subtraction. Addition and subtraction. ഇത് ആക്ച്വലി ഒരുമിച്ച് ഡീൽ ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ്ലി എളുപ്പം. ഓക്കെ, ഞാൻ വളരെ താഴ്ന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടല്ല, കുറച്ചുകൂടെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും വന്നതിന് എങ്ങനെ അപ്ലിക്കബിൾ ആവും അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ്റെ കേസിലാണ്. ആദ്യം നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 5 + 9 ഇതെല്ലാവർക്കും അറിയാം, നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാനല്ലേ. 5 + 9 എന്ന് പറഞ്ഞാൽ 40. ഓക്കെ, ഇനി അപ്പോൾ അഡിഷൻ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സും അഡിഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും സിമ്പിളായിട്ട് ചെയ്യണം. ഇനി ഫോർ എക്സാമ്പിൾ 5 - 11 ആണെന്ന് വിചാരിക്കും. ഇത് ചില സ്റ്റുഡൻസിന് അറിയില്ല. 5 - 11 ഇവിടെ എന്താ ഇഷ്യൂ, നമ്മുടെ 5 എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്നും 5നേക്കാൾ വലുതായിട്ടുള്ള ഒരു 11 എന്ന് പറയുന്ന നമ്പേഴ്സ് കുറക്കണം. ആക്ച്വലി ഇത് പോസിബിൾ ആണ് അല്ലേ. 5 ഫോർ എക്സാമ്പിൾ നിങ്ങളെടുത്ത് ഒരു 5 സീറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കും. 5 സീറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് 11 സീറ്റ്സ് തരാൻ പറഞ്ഞു, 11 സീറ്റ്സ് തരാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആക്ച്വലി തരാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. കാരണം നിങ്ങളുടെ അടുത്ത് എത്ര എണ്ണം ആകെ ടോട്ടൽ 5. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു, എനിക്ക് ഈ 5 എണ്ണം തന്നു. ഈ 5 എണ്ണം എന്ത് ചെയ്തു, നിങ്ങൾ എനിക്ക് തന്നു. ബാക്കി എനിക്ക് 11 ആവണമെങ്കിൽ എത്ര കൂടെ വേണം? 6 എണ്ണം കൂടെ വേണം അല്ലേ. എനിക്ക് 6 എണ്ണം കൂടെ വേണ്ടേ. അതായത് എത്ര എണ്ണം കുറവാണ്? 6 എണ്ണം കുറവാണ്. -6 ആണ്, 6 എണ്ണം കുറവാണ്. അതായത് 5 - 11 എന്ന് പറഞ്ഞാൽ -6 ആണ്. 5 - 11 എന്ന് പറഞ്ഞാൽ എന്താണ്? -6 ആണ്. 11 - 5 എന്ന് പറഞ്ഞാലോ 6 ആണ് അല്ലേ. 11 5 - ചെയ്ത 6 കിട്ടും. പക്ഷെ 5ൽ നിന്നും 11 - ചെയ്ത് കഴിഞ്ഞാൽ -6 ആണ്. അതായത് 6 എണ്ണം കൂടെ വേണം, അതിന് -6. അതായത് ഇപ്പൊ ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ 5ന്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്, 11ന്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഓക്കെ, അതായത് ഇവിടെ ഡിഫറെന്റ് സൈനാണ്. ഈ സൈനാണ് ഡിഫറെന്റ് സൈനാണ്. ഇപ്പൊ നമ്മുടെ ഒരു ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ വരികയോ മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഡിഫറെന്റ് സൈനുകളാണെന്നുണ്ടെങ്കിൽ ഇതിന് വേണമെങ്കിൽ നമുക്കൊരു ഷോർട്ട് കീ ആവും. ഇത് മാത്രമല്ല, ഫോർ എക്സാമ്പിൾ വേറെ കൂടെ -21 + 5. ഇവിടെ നോക്കടാ, ഡിഫറെന്റ് സൈനാണ്. ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്. ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്. ഇവിടെയും ഡൗട്ട്സ് വരാം ഇങ്ങനത്തെ കേസിൽ. ഇവിടെയും നോക്കടാ, ഇവിടെ ഫസ്റ്റത്തെ കേസിൽ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റത്തെ കേസിന് എന്താ, ഫസ്റ്റത്തത് പോസിറ്റീവും രണ്ടാമത്തത് നെഗറ്റീവും. ഡിഫറെന്റ് സൈനാണ്. സോ കാരണം ഫസ്റ്റത്തത് പോസിറ്റീവും സെക്കൻഡ് നെഗറ്റീവ്. ഈ രണ്ടാമത്തെ -21 + 5 എന്ന് പറയുന്നതിലും അതിൽ ഫസ്റ്റത്തെ നെഗറ്റീവും രണ്ടാമത്തെ പോസിറ്റീവും. ഓക്കെ, അപ്പോൾ രണ്ടിലും ഡിഫറെന്റ് സൈനാണ്. രണ്ടിലും എന്താണ്, ഡിഫറെന്റ് സൈനാണ്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ സ്റ്റുഡൻസിനൊക്കെ ഡൗട്ട് ഉണ്ടാവാറുണ്ട്, ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ സിമ്പിളായിട്ട് എപ്പോഴത് യൂസ് ചെയ്യാൻ പറ്റുക, ഡിഫറെന്റ് സൈൻ വരുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ സാധാരണ പറഞ്ഞു കൊടുക്കാറുള്ളത് നോക്കണം, വലുതിൽ നിന്നും ചെറുത് കുറച്ച്
വലുതിൻ്റെ സൈൻ. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ. ഓക്കെ, മലയാളം നിങ്ങൾ ഓർക്കണം. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ. ഓക്കെ, ഇങ്ങനെ ഓർത്താൽ മതി. എപ്പോഴത് യൂസ് ചെയ്യാം? ഡിഫറെൻറ്റ് സൈൻ വരുമ്പോൾ. ഓക്കെ, ഇപ്പം നോക്കടാ, ഇപ്പം ഈ -21 + 5 ഇതെങ്ങനെ ചെയ്യുന്നുള്ളത്? ഇവിടെ വലിയ നമ്പർ ഏതാ? 21. 21ൽ നിന്നും ഉണ്ട് വലുതിൽ നിന്നും ചെറുത് കുറക്കുക. അപ്പോൾ വലുതിൽ നിന്നും ഇവിടെ വലിയ നമ്പർ എന്ന് പറയുന്നത് 21 ആണ്. 21ൽ നിന്നും 5 കുറച്ചെന്ന് വരും. 21 - 5 = 16. എന്നിട്ട് ഏത് സൈഡിലുണ്ടെന്നുള്ള ഡൗട്ട് വരും. അപ്പോൾ എന്താ? വലുതിൻ്റെ സൈൻ. വലുത് എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് 21 ആണ്. 21ൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് -16 ആണ്. അണ്ടർസ്റ്റുഡ് ആണോ? അപ്പോൾ അതെന്ന് പറയുന്നത് നോക്കടാ, അഡീഷണൽ സബ്സ്ട്രാക്ഷൻ. ഒന്നെന്ന് പറയുന്നത് നോർമൽ നമ്പർ. ഇപ്പോൾ 5 + 9 അതിലാർക്കും ഡൗട്ടില്ല. പിന്നെ ഇപ്പോൾ ഡിഫറെൻറ്റ് സൈൻ വരുമ്പോഴാണ് ഡിഫറെൻ്റ് ആണ്. ഒന്നിന് പോസിറ്റീവും ഒന്നിന് നെഗറ്റീവ് വരുന്ന സൈൻ. എങ്ങനെ സൈന് തീരുമാനിക്കുന്നത്? ജസ്റ്റ് 5 നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഓക്കെ, ജസ്റ്റ് 6 എന്ന് പറഞ്ഞാൽ +6 എന്നാണ് മീനിങ്. നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ സൈൻ ഇടാറില്ല. നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? സൈൻ ഇടാറുള്ളൂ. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മൾ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ്റെ കേസ്. ഓക്കെ, ഇതിൽ ആക്ച്വലി അഡീഷനും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സബ്സ്ട്രാക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ. ഇനി വേറൊരു ടൈപ്പാണ് -5 - 6. ഇങ്ങനെ വരുന്ന സൈഡിൽ -5 - 6 ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്? -5 - 6 ഇവിടെ നോക്കടാ, ഇവിടെ സെയിം സൈനാണ്. രണ്ടിൻ്റെയും എന്താണ്? സൈൻ സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്പേഴ്സ് കളമ്പിൽ ആഡ് ചെയ്യാം. 5 + 6 = 11. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ മനസ്സിലായി വിചാരിക്കും. ഇവിടെ ആക്ച്വലി ഞാൻ ഇപ്പോൾ പറഞ്ഞത് 4 ടൈപ്സ് ഓഫ് കാൽക്കുലേഷൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് 5 + 6 രണ്ടിനും പോസിറ്റീവ്, അതായത് പോസിറ്റീവ് ഫസ്റ്റ് കേസ്. 5 + 6 എന്ന് പറയുന്നത് 11. ഇനി രണ്ടാമത്തത് 5 - 6, അതായത് ആദ്യത്തെ പോസിറ്റീവും രണ്ടാമത്തെ നെഗറ്റീവ്. 5 - 6 എന്ത് വരിക? അവിടുന്ന് വലുതിൽ നിന്നും അല്ലേ, ഇവിടെ പോസിറ്റീവ് സൈനാണ്, ഇവിടെ നെഗറ്റീവ് സൈനാണ്. സോ വലുതിൽ നിന്നും ചെറുത് കുറക്കുക. 6 - 5 1. എന്നിട്ട് വലുതിൻ്റെ സൈൻ എന്ന് പറയുന്നത് മൈനസ്. അപ്പോൾ -1 വരും. അപ്പോൾ നമ്മൾ ഒന്ന് പോസിറ്റീവ് ഉണ്ട്. ഇനി അടുത്ത എന്താ പോസിബിലിറ്റി? മൈനസ് പ്ലസ്. ഇപ്പോൾ എന്ത് വരും? -5 + 6. ഇവിടെ എന്ത് വരിക? വലുതിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ. ഇവിടെ വരിക 1 എന്നുള്ളത് ആൻസർ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വലുതിൽ നിന്നും ചെറുത് കുറച്ച് മറ്റേ മലയാളം ഞാൻ നേരത്തെ അവിടെ എഴുതിയില്ലേ ഒരു സെൻറ്റൻസ്, അതിവിടെ യൂസ് ചെയ്യാം. പിന്നെ എന്ന് പറയുന്നത് രണ്ടും നെഗറ്റീവാണ്. രണ്ടും നെഗറ്റീവ് വരുമ്പോൾ അപ്പോൾ -5 - 6 എന്ന് പറയുമ്പോൾ -11. ഇവിടെ നോക്കണം, ഇവിടെ സെയിം സൈൻ ആകുമ്പോൾ രണ്ടും പോസിറ്റീവ് ആകുമ്പോൾ ആക്ച്വലി നമ്മൾ രണ്ട് കേസിലും ആഡ് ചെയ്യണം. അപ്പോൾ 5 + 6 ഇടുന്നു, 11 ഇടുന്നു. പക്ഷേ രണ്ടിലും ആഡ് തന്നെയാണ്. രണ്ടും മൈനസ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ആൻസർ, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും ആൻസർ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സെൻറ്റൻസ് പഠിച്ചാൽ മതി. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ. അണ്ടർസ്റ്റുഡ് ആണോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ്. ഇത് നമ്മുടെ നോർമൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇത് ഹോൾ നമ്പേഴ്സിൻ്റെ കേസാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ അഡീഷനും പറഞ്ഞു, സബ്സ്ട്രാക്ഷനും പറഞ്ഞു. ഇതിലെല്ലാ വേരിയേഷൻസും വന്നിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഫ്രാക്ഷൻസ്. അതായത് മലയാളത്തിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയും. എന്താണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഫ്രാക്ഷൻ്റെ ഒരു വേർഡ് മീനിങ് എന്നൊക്കെ പറഞ്ഞാൽ പാർട്ട് എന്ന് പറയും. ഫ്രാക്ഷൻസ് പറഞ്ഞാൽ എന്താണ്? പാർട്ട് എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു അർത്ഥം. ഓക്കെ, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭാഗം അല്ലെങ്കിൽ പാർട്ട് എന്നൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ 1/3 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 1/3 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വസ്തു, ഓക്കെ, വാട്ടവർ 1/3 എന്തിൻ്റെയാണ്? 1/3 എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിനെ 3 ഈക്വൽ പാർട്സ് ആക്കി, അതിലെ ഒരു ഭാഗത്തിനെയാണ് എന്ന് പറയുന്നത് 1/3 എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് ആണോ? ഓക്കെ, അതിനെയാണ് പറയുന്നത് 1/3 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ 1/4 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാല് എന്നൊക്കെ പറയും സാധാരണ, മനസ്സിലായി? 1/4 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വസ്തുവിനെ
4 ഈക്വൽ പാർട്സ് ആക്കി അതിൽ ഒരു ഭാഗത്തിനെയാണ് എന്ന് പറയുന്നത് 1/4 എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കേക്കാന്ന് വിചാരിക്കും. ഈ കേക്കിനെ ഞാൻ 4 കഷ്ണമാക്കി തന്നിട്ട് ഈ ഒരു പീസാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇതിൻ്റെ എനിക്ക് ഈ കേക്കിൻ്റെ 1/4 എനിക്ക് കിട്ടി. കാരണം ഈ കേക്കിനെ 4 ഈക്വൽ പാർട്സ് ആക്കി, 1 2 3 4 ഈ 4 ഈക്വൽ പാർട്സിന് ഒരു പാർട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇത് 1/4 ആണ്. ഇനി നിങ്ങൾക്ക് 2 എണ്ണമാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 എണ്ണമാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, 2/4 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് കിട്ടുന്നത് 3 ഭാഗമാണ്, ഈ കേക്കിൻ്റെ 3 ഭാഗമാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന് എന്ത് പറയാൻ പറ്റും, 3/4 എന്ന് പറയാൻ പറ്റും. ഇനി ഈ കേക്കിൻ്റെ 4 ഭാഗവും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് എന്ത് പറയാൻ പറ്റും, 4/4 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 4/4 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കേക്ക് ഉണ്ട് അതിനെ 4 ഭാഗങ്ങളാക്കി അതിൻ്റെ 4 കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ, 4/4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1 ആണ്. ആ ഒരു കേക്ക് ഹോളായിട്ട് നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ കേക്കിനെ നമ്മൾ പാർട്ട് ആയിട്ട് ചെയ്തപ്പോൾ ആ പാർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് 1/4 2/4 3/4 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പറയുന്ന നമ്പേഴ്സിന്, ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് ആക്ച്വലി ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഫ്രാക്ഷൻസിൻ്റെ കേസിൽ അഡിഷനും സബ്സ്ട്രാക്ഷനും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് അഡിഷനും സബ്സ്ട്രാക്ഷനും അതുപോലെ തന്നെ ഏതിൽ ചെയ്യാൻ കഴിയില്ല, ഫ്രാക്ഷൻസിൽ ചെയ്യാൻ കഴിയും. ഫ്രാക്ഷനിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ഓക്കെ ആണ്. അപ്പോൾ ഇനി ഫ്രാക്ഷൻസിൻ്റെ അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ ഫ്രാക്ഷൻസിൽ 2 ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫ്രാക്ഷന് ഇപ്പോൾ 1/4 എന്നാണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ മുകളിൽ എന്തിനു പറയുന്ന പേരാണ് എന്ത്, നോമിനേറ്റർ. താഴെതിനെ പറയുന്ന പേരാണ് ഡിനോമിനേറ്റർ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഇപ്പോൾ 2 ടൈപ്പ് ഓഫ്, ഞാൻ പറഞ്ഞ 2 ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ആണ്. ഇപ്പോൾ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻസ് വരുമ്പോൾ if the denominator are same, അഡിഷനും സബ്സ്ട്രാക്ഷനും ചെയ്യുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ചെയ്യാറുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 3/7 + 2/7. ഇതിനെ നോക്കിയേ, ഇതിൻ്റെ നോമിനേറ്റേഴ്സുകൾ ഡിഫറെൻ്റ് അല്ലേ. ഫസ്റ്റത്തിൻ്റെ നോമിനേറ്റർ എന്ന് പറയുന്നത് 3 ആണ്, സെക്കൻഡിൻ്റെ നോമിനേറ്റർ എന്ന് പറയുന്നത് 2 ആണ്. പക്ഷെ ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് എന്താണ്, സെയിം ആണ്. ഇങ്ങനത്തെ ഫ്രാക്ഷൻസിൻ്റെ അഡിഷനും സബ്സ്ട്രാക്ഷനും എങ്ങനെ ചെയ്യണം. ഓക്കെ, ഇങ്ങനത്തെ ഫ്രാക്ഷൻസിൻ്റെ അഡിഷനും സബ്സ്ട്രാക്ഷനും ചെയ്യാൻ വേണ്ടിയിട്ട് നോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. ഇവിടുത്തെ നോമിനേറ്റേഴ്സ് എന്താ, 3 അല്ലേ, 3 + 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താണോ അത് അതുപോലെ തന്നെ ഇടാം. അപ്പോൾ എന്ത് വരും അല്ലേ, 3 + 2 5/7. ഇതാണ് ഇതിൻ്റെ ആൻസർ. എപ്പോൾ മാത്രം ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, when the denominators are same. അണ്ടർസ്റ്റുഡ് ആണ്. ഇനി വേറൊരു കാര്യം, ഇനി ഫോർ എക്സാമ്പിൾ വേറെ ഒന്നാണ് 1/4 + 2/4. ഇതെങ്ങനെ ആഡ് ചെയ്യാം. ഇവിടെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. സോ നോമിനേറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ അതുപോലെ തരും. ഇവിടെ നോമിനേറ്റേഴ്സ് എന്ന് പറയുന്നത് 1 + 2 ഡിവൈഡഡ് ബൈ 4. 1 + 2 എന്ന് പറഞ്ഞാൽ 3/4 അല്ലേ. ഞാനിതിനൊരു എന്താ പറയുക, ഒരു ഞാനതിനൊരു റെപ്രസെൻറ്റ് ചെയ്ത് ഒരു പിക്ചർ രൂപേണ റെപ്രസെൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ 1/4 എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു കേക്കിന് 4 പീസായിട്ടുള്ള ഒരു പീസാണ് 1/4. വാട്ട് ഈസ് 2/4? സെയിം കേക്കിന് 2 പീസസ് 4 പീസാക്കിയിട്ട് ഇത് 2 പീസ് ഞാനെന്ന് പറയുന്നത് 2/4 ഈക്വൽ ടു. അപ്പോൾ നമ്മുടെ ഇവിടെ 1 പീസും ഇവിടെ ഒരു 1 പീസും ഇവിടെ 2 പീസസും ഇവിടെ ആഡ് ചെയ്ത് എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്നത് ഈ സെയിം കേക്കിനെ 4 പീസ് ഇത് 3 ഭാഗമായിരിക്കില്ലേ, അതാണ് ഈ 3/4. മനസ്സിലായോ? അങ്ങനെയാണ് അതിൻ്റെ അഡീഷൻസ് വരുന്നത്. 1/4 + 2/4 ഈക്വൽ ടു 3/4. ഇതാണ് ഫ്രാക്ഷൻസിൻ്റെ അഡീഷൻ. ഓക്കെ, ഇനി സബ്സ്ട്രാക്ഷൻ. അടുത്തത് സബ്സ്ട്രാക്ഷൻ.
ഓക്കെ, സബ്സ്ട്രാക്ഷനും ഇതുപോലെ തന്നെ. ഫോർ എക്സാമ്പിൾ എവിടെയും നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്, വെൻ ദ ഡിനോമിനേറ്റേഴ്സ് ആർ സെയിം. ഫോർ എക്സാമ്പിൾ നേരത്തെ തന്നെ 3/7 മൈനസ് 2/7 ആണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ അഡീഷൻ ആയപ്പോൾ നോമിനേറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്തു, ഡിനോമിനേറ്റർ അതുപോലെ എഴുതി. ഇവിടെ അതുപോലെ തന്നെ, പക്ഷെ ഇവിടെ എന്താ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. 3 - 2 നോമിനേറ്റേഴ്സ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക, ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എടുത്തെടുക്കുക. 3 - 2 1 ഡിനോമിനേറ്റർ അതുപോലെ തന്നെ. ഓക്കെ ആണോ? ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ഈ മേ ബി ഇതിലും നമ്മുടെ സൈൻ ഡിഫറെൻ്റ് ഒക്കെ ആയിട്ട് വരാം. എക്സാമ്പിൾ നോക്കിക്കോ, 5/7 മൈനസ് 6/7. ഇവിടെ നമ്മൾ ചെയ്യേണ്ട സെയിം പ്രൊസീജിയർ. നോമിനേറ്റേഴ്സ് നമ്മൾ മൈനസ് ചെയ്യുക, എന്ത് വരും, -5 അല്ല 5 - 6 ഡിവൈഡഡ് ബൈ 7. 5 - 6 -1/7. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താൽ മതി, എങ്ങനെയാണ് നേരത്തെ സബ്സ്ട്രാക്ട് ചെയ്യാൻ എങ്ങനെ വരാം. ഈ വേണമെങ്കിൽ വേറെ ഒരു കേസ് കൂടെ കാണിച്ചു തരാം. -8/9 -3/9. ഓക്കെ, ഇവിടെ നോക്കണം. ഇവിടെ ആക്ച്വലി നമ്മൾ നോക്കേണ്ടത് ഈ സെൻറ്ററിൽ വരുന്ന സൈൻ എന്താണെന്നുള്ളത്. ഇവിടെ സബ്സ്ട്രാക്ഷൻ തന്നെയാണ് ആക്ച്വലി. അപ്പോൾ എന്ത് ചെയ്താൽ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് എന്താണ്, സെയിം ആണ്. സോ നോമിനേറ്റേഴ്സ് നമ്മൾ മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, -8 - 3 ഡിവൈഡഡ് ബൈ 9. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സെയിം സൈൻ ആണ്. സോ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുക, നെഗറ്റീവ് കൊടുക്കുക. -8 - 3 -11/9. ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഇതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. വെൻ ദ ഡിനോമിനേറ്റേഴ്സ് ആർ സെയിം. അഡിഷൻ ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ദ addition and subtraction in the case of a fractions. അപ്പോൾ when the denominators are same. ഇനി അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു, നോർമൽ അതുപോലെ തന്നെ. ഇനി പ്രശ്നം എന്താ വെച്ചാൽ when the denominators are different. Denominators different. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഛേദം എന്ന് പറയും. ഫോർ എക്സാമ്പിൾ 1/4 ആണെന്നുണ്ടെങ്കിൽ ഈ 4നെ നമ്മൾ ഛേദം എന്ന് പറയാം, ഈ 1നെ നമ്മൾ അംശം എന്ന് പറയും. ഓക്കെ, നമ്മൾ ഛേദം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഛേദം അംശം. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഛേദം എന്ന് പറയും. ഓക്കെ, താഴെ ഡിനോമിനേറ്റർ. സോ വെൻ ദ ഡിനോമിനേറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ്, അങ്ങനെയാണെങ്കിൽ ഇതിൽ അഡിഷനും സബ്സ്ട്രാക്ഷനും എങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതിൽ വെൻ ദ ഡിനോമിനേറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതിനൊരു മെത്തേഡ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്, നിങ്ങൾക്ക് ഉണ്ടാവും, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, വെൻ ദ ഡിനോമിനേറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ്. നമ്മൾ ഫ്രാക്ഷൻസിന് അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. വാട്ട് ഈസ് മീൻ ബൈ ക്രോസ്? ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലടാ ക്രോസ്, ഇതിനെയാണ് പറയുന്നത് ക്രോസ്. അപ്പോൾ നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ പരിചയപ്പെടാം. ഫോർ എക്സാമ്പിൾ 1/2 പ്ലസ് 1/3 ആണ്. ഇതിപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് ആണ് അല്ലേ. 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് എന്ന് പറഞ്ഞ ഫ്രാക്ഷനാണ്. 1/3 എന്ന് പറയുന്നത് അനദർ ഫ്രാക്ഷൻ. ഇവിടെ നമ്മൾ ഡിനോമിനേറ്റേഴ്സ് രണ്ടിൻ്റെയും ഡിഫറെൻ്റ് ആണ്. ഒന്നിൻ്റെ 2 ആണ്, മറ്റേതിൻ്റെ 3 ആണ്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ കേസസിലും ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരുന്നു. സോ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മെത്തേഡ് യൂസ് ചെയ്യുന്ന പറയുന്ന പേരാണ് നമ്മൾ പറഞ്ഞു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണെന്നും പേര് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ? അപ്പോൾ ഇവിടെ ആക്ച്വലി ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്ററാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്രോസ് ചെയ്യാൻ പോവാണ്. 1 × 3, അതായത് ഫസ്റ്റത്തിൻ്റെ നോമിനേറ്ററും സെക്കൻഡിൻ്റെ ഡിനോമിനേറ്ററും ചെയ്യും. 1 × 3. എന്നിട്ട് ഈ സെൻട്രൽ സൈൻ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് എന്ന് കൊടുക്കും. ഇനി അടുത്ത ക്രോസ് ചെയ്യുക 2 × 1 ഡിവൈഡഡ് ബൈ.
ഇനി ഡിനോമിനേറ്റർ നമ്മൾ ഏതിട്ട് കൊടുക്കും? 2 ഇട്ട് കൊടുക്കും, 3 ഇട്ട് കൊടുക്കും, നമുക്ക് കൺഫ്യൂഷനാണ്. സോ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2 × 3 ചെയ്യും. ഇപ്പോൾ എത്ര വരും? 6 ഈക്വൽ ടു 1 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 3 പ്ലസ് 2 × 1 എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 6. 3 + 2 5/6. ഇതിന് ആൻസർ എന്ന് പറയുന്നത് 5/6. ഇതിനാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് അഡീഷൻ ആണെങ്കിലും സബ്സ്ട്രാക്ഷൻ ആണെങ്കിലും സെയിം പ്രൊസീജിയറാണ്. അഡീഷൻ ആണെങ്കിലും സബ്സ്ട്രാക്ഷൻ ആണെങ്കിലും സെയിം പ്രൊസീജിയറാണ്. ജസ്റ്റ് സൈന് മാറുന്നതാണ്. ഫോർ എക്സാമ്പിൾ സെയിം സാധനം തന്നെ ഞാൻ സബ്സ്ട്രാക്ഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ 1/2 മൈനസ് 1/3 ആണെന്ന് വിചാരിക്കും. അങ്ങനെ വെച്ചാൽ എന്ത് ചെയ്യാം? 1 × 3. ഫസ്റ്റ് ഇങ്ങനെ തന്നെ ചെയ്യണമല്ലോ. ആദ്യം ഫസ്റ്റ് പ്രൊസീജിയറിന് ആദ്യത്തെ ഫസ്റ്റത്തിൻ്റെ നോമിനേറ്ററും സെക്കൻഡിൻ്റെ ഡിനോമിനേറ്ററും അത് സെയിം ഓർഡർ തന്നെ ചെയ്യും. 1 × 3 മൈനസ് നേരത്തെ പ്ലസ് ആയിരുന്നു, ഇവിടെ അതെന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. മൈനസ് അടുത്ത എന്ത് വരും? 1 × 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? 2 × 3 6. 1 × 3 ആണ് 3 മൈനസ് 2 വരും 6. 3 മൈനസ് 2 1/6. ഇതാണ് ഇൻ ദ കേസ് ഓഫ് ബോത്ത് ദ നോമിനേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഓക്കെ, ഇതാണ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഡെസിമൽ നമ്പേഴ്സിലൂടെ ആക്ച്വലി ചെയ്യാം. പക്ഷെ ഒരു ഇൻട്രൊഡക്ഷൻ നിലക്ക് വളരെ ബേസിക്സ് എന്ന നിലക്ക് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എനിക്കറിയാം ഒരുപാട് സ്റ്റുഡൻസിന് മാത്സ് അതുപോലെ തന്നെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കാനുള്ള ഡൗട്ട്സുകൾ ഒന്നിലേക്ക് കമൻ്റായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സോ എനിവേ അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ നൽകി അത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. സോ എനിവേ ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡീൽ ചെയ്യാം. താങ്ക്സ് ഫോർ ടുഡേ. See you.